വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. യുദ്ധം ജയിച്ചെന്ന അവകാശവാദവുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാങ്കർ ഖാലിഗാഫ് ഇക്കാര്യം പരസ്യമായി അവകാശപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ സൈനികമായും രാഷ്ട്രീയമായും നാം ഈ യുദ്ധം ജയിച്ചു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പ്രഖ്യാപിക്കുന്നുവെന്നായിരുന്നു ഖാലിഗാഫിന്റെ വാക്കുകൾ. میخوام بگم امروز ما در یک جنگ ناجوانمردانه‌ای که در رأسش آمریکا و رژیم صهیونیستی هستند ملت ما شجاعانه مردانه خالصانه ایستاد جنگید و من به عنوان یک خدمتگزار به عنوان یک برادری که به جزئیات کار آشنا هستم با همه وجودم میگم ما در این جنگ در بعد نظامی و در بعد سیاسیش به معنای واقعی خودش پیروز شدیم. من در اون مصاحبه اول جنگ رمضان وسط جنگ اشاره کردم. ആദ്യമായാണ് ഒരുപക്ഷെ ഇറാൻ ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. ഖാലിഗാഫിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ജയം അവകാശപ്പെടുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പോ US ഇറാൻ സമാധാന കരാറിന്റെ ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ IRGC പറയുന്നത് ഇനി ഞങ്ങൾ പ്രതിരോധത്തിലില്ല, യുദ്ധം ആക്രമണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് ഇറാൻ മാറുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾ ഇനി പ്രതിരോധ മാർഗമല്ല സ്വീകരിക്കുക, ആക്രമണമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത്. മാത്രമല്ല, വാക്കുകൾ പാലിക്കാത്ത അമേരിക്കയെ ഇനി വിശ്വാസമില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. കിരൺ ബാബു ഉണ്ട്. കിരൺ, ഞങ്ങൾ ജയിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട് താനും. കാരണം അമേരിക്ക പ്രതീക്ഷിച്ച തരത്തിൽ യുദ്ധം എത്തിയില്ല. അത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ തലത്തിലുള്ള പ്രതികരണങ്ങളും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുമുണ്ട്. ഇപ്പോൾ ആക്രമണമില്ല, ട്രംപ് പുറകോട്ടാണ്. എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ? രഞ്ജിത്ത്, ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച യുദ്ധത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. ഇത് ഇറാന്റെ സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇറാനിലെ ഒരു സഭയിൽ അഭിസംബോധന ചെയ്ത അദ്ദേഹം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും എല്ലാം സാന്നിധ്യത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എന്താണോ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത്, ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ അതിൻ്റെ യുദ്ധം വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണോ ഇറാൻ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, അതിൽ ഇറാൻ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമല്ല. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അമേരിക്കയും ഇറാനും ലക്ഷ്യമിട്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരണം അനുസരിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാന്റെ ഭരണാധികാരികളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റി മറ്റൊരു ഭരണകൂടത്തെ അവിടെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അത്തരം ഒരു ലക്ഷ്യത്തിന് ഇപ്പോഴും സാധ്യമാകാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല. യുദ്ധം തുടങ്ങി ഇത്രയേറെ കാലമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ നഷ്ടമുണ്ടായി. ഇതിൽ ആഭ്യന്തരമായി തന്നെ ഈ വലിയ സാമ്പത്തിക നഷ്ടത്തിൻ്റെയും പേരിൽ ട്രംപിനടക്കം വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അടക്കം ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ഒരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇറാൻ അവരുടെ യുദ്ധത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങൾ, ഈ രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി ഇറാനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആക്രമിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കാം എന്ന പ്രതീക്ഷയിലാണ് യുദ്ധം ആരംഭിച്ചത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെ അടക്കം, ഖമേനിയെ അടക്കം, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളടക്കം കൊലപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെ പരമോന്നത നേതാവ് ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പുറത്തോ ഇതുവരെയും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചടക്കം പലതവണയടക്കം സംശയങ്ങൾ ഉയർന്നു. പക്ഷേ അപ്പോഴും ഇറാൻ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതിരോധവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇറാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം. മറ്റൊരു പ്രഖ്യാപനം കൂടി ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് ഇറാൻ പറയുന്നത് പ്രധാനമായും ജൂൺ 18 ഉണ്ടാക്കിയ ധാരണാപത്രം ഉണ്ടായിരുന്നു. അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണാപത്രം ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഈ ധാരണാപത്രം അംഗീകരിച്ച് ഒപ്പിട്ടതാണ്. അതനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി ഇതിലൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഈ 60 ദിവസത്തിനിടയിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതീവ ഗുരുതരമായ ധാരണാപത്രത്തിന്റെ ലംഘനം തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പരസ്പരം വെടിനിർത്തൽ
വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെടിനിർത്തൽ കരാർ ഈ ഇരുകൂട്ടരും പാലിച്ചിരുന്നില്ല. ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇനി പൂർണ്ണമായും അപ്രസക്തമായിരിക്കുന്നു. ഇനിയും ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ നേരിടാൻ പൂർണ്ണമായും സേന സജ്ജമാണ് എന്നതുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് പരമാവധി പ്രതിരോധം എന്നുള്ള ഒരു നയമായിരുന്നു ഇറാൻ ഈ യുദ്ധത്തിൽ സ്വീകരിച്ചിരുന്നത്. ആക്രമിക്കുക എന്നുള്ളതല്ല, പ്രതിരോധിക്കുക. പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഇറാൻ്റെ ആക്രമണങ്ങൾ എന്തായിരുന്നു ഇറാൻ്റെ ഔദ്യോഗികമായ നയം. പ്രായോഗികമായി അത് എങ്ങനെ വന്നാലും പക്ഷേ ആ നയത്തിൽ നിന്ന് ഇറാൻ മാറുന്നു. അതിന് പകരം പ്രതിരോധത്തിലൂന്നിയ ഈ നിലപാടിൽ നിന്ന് ആക്രമണാത്മകമായ ഒരു നിലപാടിലേക്ക് ഇറാൻ മാറുന്നു എന്നുള്ള സൂചന കൂടി നൽകുന്നു. എന്തായാലും അമേരിക്ക അല്പം യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന, അമേരിക്കയിൽ ആഭ്യന്തരമായി തന്നെ ട്രംപിന് ഇതിൻ്റെ പേരിൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അമേരിക്കയുടെ ആയുധ ശേഷിയിൽ തന്നെ വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് യുദ്ധം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയും ഇസ്രയേലും ഒരേപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. ഇറാന്റെ പ്രഖ്യാപനം യുദ്ധം ജയിച്ചു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അമേരിക്ക അത് പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.